ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളും അത്താഴത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുരിങ്ങയില വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുരിങ്ങൻ്റെ ഇല എന്നൊക്കെ കേട്ടോ പറയാം. അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഇല കേട്ടോ, നല്ല തെത്ത ഇല. മഴയൊക്കെ പെയ്ത കാരണം തന്നെ നല്ല വൃത്തിയുള്ള ഇലയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഉഷാറുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടും അത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുരിങ്ങയില താളിപ്പും ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ അത്താഴത്തിനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പൂതിട്ടാ. പിന്നെ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങൻ്റെ ഇല എൻ്റെ മോന് കൊടുക്കുന്നതായിരുന്നു. അതൊക്കെ ഊരിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ എടുത്താൽ മതിയിട്ട് അതുപോലെ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിലാണ്ട് വെച്ചാൽ അപ്പം അങ്ങോട്ട് മരത്തുമ്പോൾ പൊട്ടിച്ച പോലെ ഉണ്ടാവും. വാടിയിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഉഷാറാണേക്കാരം. അപ്പോൾ ഇന്ന് അത്താഴത്തിന് എങ്ങനെ ആയാലും കുറച്ച് മുരിങ്ങൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കിയിട്ട് ഉണക്കലും പൊരിച്ചിട്ട് ലേശം ചോറ് തിന്നണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ചോറ് തിന്നലില്ല കേട്ടോ. അപ്പോൾ ഒരു പൂതി മുരിങ്ങൻ്റെ ഇല എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി പൂതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഊരി അവിടെ റെഡിയാക്കി വെച്ചിങ്ങാണ്ട് നമ്മൾ അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉച്ചക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഊരിയിട്ട് അത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെയുള്ള പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് എളുപ്പപ്പണിയാണ് ഉണ്ടാക്കുന്നത്, പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കാണ്ട് നമുക്ക് ബ്രെഡ് ഷവർമ ഉണ്ടല്ലോ, പോക്ക് ഷവർമ ഉണ്ടാക്കാണ്ട് കേട്ടോ. പിന്നെ മുകളിൽ കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ട്, അവ ടേബിൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേറെയുണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാങ്ങൻ്റെ ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കൂട്ടിയിട്ടാണ് പിഞ്ഞും കുടിക്കുള്ളൂ. വേറെയുള്ള സംഭവം ഉപ്പേരി അച്ചാർ അങ്ങനെ അച്ചാറല്ല ഉപ്പേരി മീൻ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഈ മാങ്ങൻ്റെ ഉപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ അത് കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ലേശം കൊടുത്ത് അപ്പോൾ ഇനി മതി കഞ്ഞി എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഒന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്ക് എന്നിട്ട് അങ്ങനെ മുട്ടായി അരിൻ്റെതെന്നൊക്കെ പറയണം. അപ്പോൾ വീഡിയോ ഉണ്ട് ഓണാക്കിയെന്ന് കണ്ടാൽ പിന്നെ ഓളും ഇങ്ങനെ ഓരോന്ന് ഡാൻസ് കളിക്കൂട്ടോ. അപ്പോൾ അതിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഓളെ കാണിക്കുമ്പോൾ ഇപ്പോൾ നല്ല പേടിയാണ്. പക്ഷെ ഓളാണെങ്കിലോ വീഡിയോ ഓണാക്കിയാൽ പിന്നെ എടുത്തുനിന്ന് പോകില്ല, അതിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതാണ് ഓളെ പരിപാടി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ആണെങ്കിൽ ഓടില്ലാത്ത സമയത്ത് പറ്റില്ലല്ലോ. അപ്പോൾ ആണെങ്കിൽ അംഗനവാടിക്കും പോകണില്ല, കൊണ്ടാക്കാതിരിക്കാനുട്ടോ. പിന്നെ 2 നേരം ഇങ്ങനെ ആണ്ടും കൊണ്ടും കൊണ്ടാക്കാനും പാടാണ്. പിന്നെ 3 മണിയാവുന്ന സമയത്ത് നമ്മൾ അടുക്കളയ്ക്ക് വരിക, എന്തെങ്കിലും ഒരു ഭാഗത്ത് കിടക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഓളെ വിളിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ടിപ്പോൾ മടിച്ചുണ്ട്. അപ്പോൾ സ്കൂൾക്കും പോകാനായില്ലേ, അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ വിചാരിച്ചിട്ട് അംഗനവാടിക്കും കൊണ്ടാക്കണില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഇതാ നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ടോ. ഇന്ന് എളുപ്പപരിപാടിയാണ് ഒക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഉള്ള പണി പെട്ടെന്ന് തീർക്കണ പണിയാണ് ചെയ്യണം കേട്ടോ. ഈ നോമ്പിനൊക്കെ അതെ, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും എന്തെങ്കിലും ഓതാനും അതിനെന്തിനൊക്കെ സമയം കിട്ടണമെന്നാണ്. എടുക്കണ പണി പെട്ടെന്ന് തീർക്കണം, എന്നാലേ നമുക്ക് ഈ അടുക്കളയിൽ നിന്നാണ് പോയി കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിന്ന് എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്ന് പുട്ട് വേണിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് പിന്നെ നോമ്പറക്കാൻ നേരത്തെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അസ്രാം കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഈ അടുക്കളയൊക്കെ വന്നിട്ട് ഈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു 3 മണിൻ്റെ ഒക്കെ നേരത്താണ് മുരിങ്ങൻ്റെ ഇല ഊരാൻ നിന്നത്. അപ്പോൾ കോരി റെഡിയാക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തിട്ടാണ് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാണ്ട് അടുക്കളയൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ചിക്കൻ കറിക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും അതുപോലെ ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് കണ്ട് ഇളക്കിയെടുത്തുകൊണ്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഒരൊറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്, സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല വാടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ചിരിക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ മാറ്റി ഓരോന്നും ഇങ്ങനെ മാറ്റി നിന്ന് സമയം കളയണ്ടാച്ചിട്ട് എളുപ്പം ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്കിതാ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറേശ്ശെ എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കേകി എടുക്കട്ടെ. അപ്പോൾ ഇത് നമുക്കൊന്ന് കേകി ഒരു 3-4 വട്ടമൊക്കെ കേകി എടുത്ത് അതിന് മുകളിലൊക്കെ വെള്ളം പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പപാത്രം ഒന്നും ആരും കണ്ടിട്ട് നോക്കണ്ട കേട്ടോ. അപ്പോൾ വേറെ ഉണ്ട് നമ്മൾ കയ്യിൽ കിട്ടിയതെന്ന് എടുക്കാണ്ട് ചെറുത് നോക്കിയിട്ട്. അപ്പോൾ ഈ ഇറച്ചിയും എന്താണ് ബീഫാണെങ്കിലും ചിക്കനൊക്കെ ആണെങ്കിലും ഫസ്റ്റ് കഴുകണ വെള്ളം നമ്മൾ വേപ്പിനോ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുമല്ലോ. അതുപോലെ ഞാനും കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരൊറ്റ വിസിലടിച്ചിട്ട് നമ്മൾ കുക്കറൊക്കെ തുറന്നെടുത്തിട്ട് അതിക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടെടുത്തുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിങ്ങാണ്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതിക്കുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാനല്ലേ. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. പക്ഷെ നമ്മൾ ഉണ്ടാക്കണ ഒന്നൊരു വീഡിയോ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പല രൂപത്തിൽ ഉണ്ടാക്കലുണ്ട്. എല്ലാം കൂടി ഇട്ടുകാണ്ടാണ്ട് വെക്കും. ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ എന്നെ തോമിച്ചിക്കാണ്ടാണ്ട് ഒഴിച്ച് കൊടുക്കും ചെയ്യും. അങ്ങനെയും ചെയ്യും, അങ്ങനെ വാട്ടിയിട്ടും വെക്കും, പല കോലത്തിലും വെക്കും കേട്ടോ നമ്മൾ കറി. എങ്ങനെ ആയാലും കഴിക്കാനൊക്കെ അടിപൊളിയാണ്, ഈ കറി രുചി ഉണ്ടാവും.
അത് കേട്ടാൽ സമാധാനമായില്ലേ. നമുക്ക് കഴിക്കണ മക്കൾ പറയാണ് ഇത് രസമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഓരോ പണികൾ എടുക്കുന്നത്. പിന്നെ രസമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ല. അത് വിചാരിച്ചിട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവലില്ല കേട്ടോ, നല്ല രുചി ഉണ്ടാവലുണ്ട്. പിന്നെ അതാ പുട്ടിന് കുഴച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കാൻ നേരത്തെ കണ്ട് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അതിനുള്ള കുറ്റിയൊക്കെ ഞാൻ എടുത്ത് നോക്കിയാണ്, അതിൽ ചില്ലൊക്കെ ഉണ്ടാകുന്നുള്ളത് എടുത്ത് നോക്കിയാണ് കേട്ടോ ആദ്യം തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുക. ചിരട്ടപ്പുട്ട് ഉണ്ടതിനെക്കാട്ടി ഈ കുറ്റിയിലാവുമ്പോൾ എളുപ്പം ഉണ്ടാവുമല്ലോ. ചിരട്ടപ്പുട്ട് എളുപ്പമാവും കേട്ടോ. പിന്നെ നമുക്കിതാ ബ്രെഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കക്കരിക്ക ഉണ്ട്, ജ്യൂസ് അടിച്ചാൽ കൊടുത്തിട്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ടൊന്ന് ഒരു സ്നാക്സ് മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മക്കൾ. അപ്പോൾ ഞാൻ ബ്രെഡ് ഷവർമ ഉണ്ടാകല്ലോ, പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. മയോണൈസും ഇതൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കുറച്ച് വേവിച്ചിങ്ങാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ പുട്ട് ഞാൻ കുക്കറിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ കറി ഞാൻ ആദ്യം തന്നെ ഒരു 2 വിസിലടിച്ചിങ്ങാണ്ട് ഓഫാക്കിയതിന് ശേഷം ചട്ടി കൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുക്കറൊക്കെ കഴുകി എടുത്തുകൊണ്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും ആ കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് കുറച്ച് കൂടുതൽ ചുട്ടെടുക്കാണ്ട്, കൂടുതൽ ഒരു 4 കുറ്റിയോളം ചുട്ടെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഈ കറി ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ചിക്കന് വെന്ത് വേറെ ആകണ്ട് തയ്ക്കണം, അല്ലെങ്കിൽ തന്നെ എന്ത് പെട്ടെന്ന് വേവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി കൊഴിച്ചിങ്ങാണ്ട് ചട്ടിയിൽ നിന്നും കൂടി തിളപ്പിച്ചെടുക്കണം. നമ്മൾ കഴുകിയ ചട്ടിയല്ല, അപ്പോൾ ഈ വെള്ളത്തിൻ്റെ നനവുണ്ടാകുമ്പോൾ എളുപ്പം കേടുവരും എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു തണ്ണിമത്തൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതൊന്ന് മുറിച്ചേക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇതാ തണ്ണിമത്തൻ്റെ കളർ കണ്ടില്ല ഒരു ഭാഗം. പക്ഷേ ഇത് കാണാൻ കോലല്ലെങ്കിലും കഴിക്കാനൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് പച്ചമുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ദാണ്ട് വെട്ടിയിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കണ്ടമാനൊന്നും വേണ്ട, ഉള്ളത് കുറേശ്ശാണെങ്കിലും നോമ്പറക്കണ സമയത്ത് അത് ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണല്ലേ. അതുപോലെ ഈ തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ 2 കഷ്ണമൊക്കെ കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ അത് പുട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്, അല്ല ചൂട് കൊടുക്കാൻ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മക്കളെ ബാങ്ക് കൊടുക്കാൻ ഒരു മിനിറ്റ് ആയപ്പോൾ ഞാൻ എളുപ്പം ഇവിടെ ടേബിളുമ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ജ്യൂസ് നമ്മൾ മോനാട്ട ജ്യൂസ് അടിച്ചത്, കക്കരിക്ക പാൽ കൂട്ടിയിട്ട് അടിച്ചിട്ട് പഞ്ചസാര അതിക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഈ ജ്യൂസിൽ നിന്ന്. കക്കരിക്കൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് കക്കരിക്കൻ്റെ ജ്യൂസ് അടിച്ചത്. കക്കരിക്ക പിന്നെ നല്ലതാണല്ലോ അല്ലേ, കുടിക്കണതും നല്ലതാണ്. അപ്പോൾ കൂടുതലും മധുരം ഇടാതെ കണ്ട് പാകത്തിന് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ പോക്കറ്റ് ഷവർമ ഉണ്ടല്ലോ, പറയാനുണ്ടാ അതാട്ടോ പെട്ടെന്ന് എല്ലാവരും കാലിയാക്കിയത്. അപ്പം ഇനി ഞങ്ങളെല്ലാവരും കൂടി നോമ്പറക്കാണ്. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിക്കണ്. പിന്നെ അതുപോലെ 2-3-4 ഈത്തപ്പായും ഒക്കെ ഇട്ട് വെച്ചിക്കണ്. പിന്നെ ഞങ്ങളൊക്കെ കൂടെ നോമ്പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പള്ളിക്കൊന്ന് നോമ്പറന്നിട്ട് വരാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും 3 മക്കളും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങൾ നോമ്പ് തുറക്കെ റാഹത്തായിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ നല്ലപോലെ കഴിച്ചിട്ടാണ് നല്ല രസമുണ്ട് ഉമ്മ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനിതാ നോമ്പ് തുറക്കാനായപ്പോൾ തീ കുറച്ച് വെച്ചിങ്ങാണ്ട് പുട്ടും കുറ്റി വെച്ചിങ്ങാണ്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ചുട്ടെടുത്തിക്കണ്. അപ്പോൾ ഇതാ അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ നോമ്പറന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള ഒരു കുറ്റിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ചുട്ടെടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ നേരത്തെ ഇന്നത്തെ ഞങ്ങളെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയും പുട്ടൊക്കെ കഴിച്ച്. അപ്പോൾ പുട്ട് അപ്പോഴും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഈ പാത്രത്തിലായ കാരണം തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ആണെങ്കിലും പുട്ടൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും വെച്ചാൽ. അപ്പോൾ ചിക്കൻ കറി അത്യാവശ്യം കുറച്ചിങ്ങനെ നീട്ടിക്കണം പുട്ടിക്ക്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് കറി വേണം കേട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മൾ ചിക്കനൊക്കെ കണ്ടില്ല വെന്ത് കണ്ട് ഭസ്മമായിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി തിളപ്പിച്ചപ്പോൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ അധികം വേവിച്ചല്ല, കുക്കറിൽ 2 വിസിലടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ എല്ലാവരും പിന്നെ ഞാൻ മുരുങ്ങൻ്റെ താളിപ്പൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഫോൺ കുത്തിച്ചിട്ടുണ്ടായിരുന്നു, നീച്ച് വന്നപ്പോൾ ചാർജ് ഇല്ല, അപ്പോൾ കുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെ വിളിച്ചിട്ടൊന്നും നീക്കണില്ല. പിന്നെ ഉണക്കലും രാത്രി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താളിപ്പ് പിന്നെ ആ ചൂട് കൊടുക്കാൻ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്.
പിന്നെ അവരൊക്കെ നീച്ച് വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവരൊക്കെ ഷർട്ടില്ലാതെ ഈ ഉറക്കത്ത് നീച്ച് വരുമ്പോൾ ഭയങ്കര പാടല്ല അവർക്ക്. അപ്പോൾ പിന്നെ ചോറ് കഴിക്കാനൊക്കെ മടിയിട്ട് അപ്പം ഞാൻ എളുപ്പം ഓരോ കഷ്ണം പഴം എടുത്തുകൊണ്ട് പൊങ്ങി കൊടുത്ത് അങ്ങോട്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടാ. അപ്പം ഞാൻ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഒരു ചോറൊക്കെ എടുത്തുകൊണ്ട് ഇതാ മുരിങ്ങൻ്റെ ഇല താളിപ്പും അതുപോലെ ഉണക്കലും കൂട്ടിയിട്ട് ലേശം ചോറ് തിന്നാന്ന് വിചാരിച്ച്. ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്തും ഇല്ല അത്താഴത്തിനും ഇല്ലാതെ അങ്ങനെ ദിവസം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവൻ ഉണ്ടാവില്ല നീച്ചടക്കാൻ. ഈ കുട്ടികളൊക്കെ നോക്കാനും പണിയെടുക്കാനൊക്കെ നമുക്ക് വേണ്ട കുറച്ച് ആരോഗ്യം ഇതൊക്കെ. അപ്പം ഞാനും 2 വറ്റി ചോറ് തിന്നിട്ടാ. അപ്പോൾ അത്താഴത്തിനൊന്നും ഇപ്പം ഇനി ചായ ഒന്നും വേണ്ട, ചോറ് മതി. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.